നമ്മളുള്ളത് കക്കാസസ് യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. ജോർജിയയിൽ തന്നെ ഒരു അടിപൊളി ഇൻഫ്ര ഉള്ള, നമ്മൾ ആരും കണ്ടാൽ കൊതിച്ച് പോകണം പഠിക്കാൻ. ഇവിടെയൊക്കെ വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗംഭീര ഇൻഫ്ര ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾക്കൊക്കെ കുറച്ചൊക്കെ കവർ ചെയ്തെന്നുണ്ടെങ്കിലും ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ HR-മാർ, ഇവിടുത്തെ അഡ്മിന്മാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇവിടുത്തെ ലൈബ്രറി ആയാലും പിന്നെ അതുപോലെ തന്നെ ഓരോ ലാബായാലും കുട്ടികൾക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളായാലും DJ പാർട്ടി ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത്ര ഒരു ഗംഭീര ഇൻഫ്ര ഉള്ള യൂണിവേഴ്സിറ്റി. ഈവൻ വാഷ്റൂംസ് വരെ അത്രയും ഇൻഫ്ര ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ബിൽഡിങ് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു വെറൈറ്റി ഓഫ് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ വീഡിയോയുടെ ഒരു പോർഷൻ പോലും മിസ് ചെയ്യണ്ട. ഇവൻ നമുക്ക് പഠിക്കാനെങ്കിലും ജസ്റ്റ് കാണാനെങ്കിലും സൂപ്പറാണ്. ഞാൻ തന്നെ അത്യാവശ്യം വണ്ടർ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഓരോ സെഷനും അതിൻ്റെ ലൈബ്രറി ആയാലും ഇതിൻ്റെ കെമിക്കൽ ലബോറട്ടറി ആയാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള കോഴ്സസ് എന്ന് പറഞ്ഞാൽ MBBS ഉണ്ട്, ലോ കോഴ്സ് ഉണ്ട്, അഥവാ എക്സ്ട്രാ മാനേജ്മെൻറ്റ് കോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സാർമാരായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഓഫീസർക്ക് ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? Okay, it started at 2005. We bought it in 2005. 2005. Yes, but it's been built in 18th century. Okay. What are the courses here? We have many courses here in English and in Georgian as well. Yeah. For instance, in English we have business administration, economy, psychology, one cycle medical doctor program, and also other programs. I can't think of all of them right now, but we have all in our webpage, CU-EDUG. ഇപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നത് ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ ഇവിടെ എന്തൊക്കെ കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ലാംഗ്വേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരുവിധം ഭാഗമൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോയ ഫീലിംഗ് ആണ്. നമുക്കൊരു യൂണിവേഴ്സിറ്റിയാണ്, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ജോർജിയൻ സ്റ്റുഡൻസ് ഉണ്ടാവും, ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടാവും. നമ്മൾ പോയപ്പോൾ തന്നെ ഒരുപാട് നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ്, കോഴിക്കോടുള്ള സ്റ്റുഡൻസിനെയും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ പറയണ ലൈബ്രറി സെക്ഷനാണ്. ലൈബ്രറി ഒക്കെ കാണുമ്പോൾ മീൻസ് ഒരു നമ്മൾ സാധാ ഒരു ലൈബ്രറി പോലെ ഒന്നല്ല, അത്രയും ഒരു സെറ്റപ്പിലാണ് അവർ കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, ഒരു പോസിറ്റീവ് വൈബാണ്. അത്രയും ലൈറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പോകാൻ പോണ ഇവിടുത്തെ ഒരു ക്യാൻറ്റീൻ അല്ലെങ്കിൽ കഫറ്റേരിയ പറയും. ഈ ഒരു കഫറ്റേരിയ പറയുമ്പോൾ നമ്മൾ സാധാ ഒരു ഇതല്ല, നമുക്ക് അത്രയും ഒരു ഫ്രീ ടൈമിലൊക്കെ നമുക്ക് അത്രയും വന്നിരിക്കാൻ പറ്റാവുന്ന, പിന്നെ നമുക്ക് അത്രയും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്ന, നമുക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ടൈം കിട്ടണത് അപ്പോൾ അത്രയും നമുക്ക് സന്തോഷത്തോടു കൂടി ചിലവഴിക്കാൻ പറ്റണ ഒരുപാട് സ്പേസ് ഈ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. നമ്മൾ സാധാ ഒരു ക്യാൻറ്റീൻ ഒരു സെറ്റപ്പ് ഒന്നല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ഈവൻ ലക്ക് തന്നെയാണ് ഓരോ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റണമെന്നൊക്കെ പറയണത്. എല്ലാം ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് എല്ലാ ഏരിയാസും. ഇതെന്ന് പറയുമ്പോൾ ലിഫ്റ്റ് ഏരിയ ആണ്, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ. ഈ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2005 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി എക്സ്പെൻസ് ഇന്ത്യയിലൊക്കെ നമുക്ക് MBBS പഠിക്കുമ്പോൾ
ഈവൺ ഒന്നുമില്ല നല്ല മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ എന്ന് പറയണത് മീൻസ് നല്ല ക്യാഷ് വേണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ഇത്രയും ഫീസിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസാണ് ജോർജിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊസീജിയേഴ്സ്, ഇതിന് കുറച്ചധികം പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ഒരു ഹോൾ ഏരിയ ആണ്. ഇടയ്ക്ക് സ്റ്റുഡൻസ് എക്സാമിന് വന്നിരിക്കാറുണ്ട്. നമ്മൾ പോകുമ്പോഴും അവർക്കൊരു 5th സെമ്മോ 6th സെമ്മിൻ്റെ ഒക്കെ എക്സാം നടക്കണ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേകത തരാണ്. ആദ്യം നമ്മൾ കണ്ടപ്പോൾ പേടിക്കേണ്ട, ഇതൊന്നുമല്ല, ജസ്റ്റ് ഒരു ഡമ്മിയാണ്. നമുക്ക് കുട്ടികൾക്ക് അറിയാമല്ലോ, നമ്മൾ ഹ്യൂമൻ ബോഡീനെ കുറിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡമ്മി പോലെ വെച്ചിട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരും, ഒന്നും മിസ്സായി പോവില്ല. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇവിടെ ക്ലാസ് എടുക്കുക. അപ്പോൾ നമ്മൾ ജോർജിയൻ ലാംഗ്വേജ് തന്നെ അറിയണം എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്കിവിടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇതവർ പറഞ്ഞ ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അവർ ഫോം ചെയ്യണതായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ കാണുന്ന ഇത് വേറൊരു കഫറ്റേരിയ ആണ്. നമുക്ക് ലെഷർ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈവൻ നമ്മളവിടെ പോയാൽ നമുക്ക് അവിടുന്ന് പഠിച്ചിട്ട് വരാനേ തോന്നുള്ളൂ. ഇത് വേറൊരു ലൈബ്രറിയാണ്. ഇതൊരു ഹ്യൂജ് ലൈബ്രറി, നേരത്തെ കണ്ട ലൈബ്രറിനെക്കാട്ടിയും ഏറ്റവും വലിയൊരു ലൈബ്രറിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എക്സാം നടക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു അനദർ ലൈബ്രറിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ 1, 2, 3 ലൈബ്രറീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കുറേ സിസ്റ്റങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യണം, ഗൂഗിൾ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ. അതേപോലെ അടുത്തൊരു കെമിക്കൽ ലബോറട്ടറി ആണിത്. അത്രയും സ്പേഷ്യസ് ആണ് ഓരോ സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഓരോ റൂം എന്ന് പറഞ്ഞാൽ അത്രയും സ്പേഷ്യസ് ആണ്, വെരി ക്ലീൻ ആണ്, നീറ്റാണ്. ഈവൻ വാഷ്റൂംസിന് വരെ അതിൻ്റെ നീറ്റ്നെസ് ഉണ്ട്. സോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഇൻഡസ് ടോക്സ് ചാനലിലാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുക. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇൻഡസ് ടോക്സിലാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ അനദർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.